കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കടങ്ങോട് പഞ്ചായത്ത് തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം നടത്തി ഷെൽട്ടറിൽ ആക്കുന്നതിനായി ഈ ഭരണസമിതി 20 ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചിട്ടുണ്ട്. ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വനത്തിനോട് ചേർന്ന് വിജനമായ പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിച്ച് 2 കെയർ ടേക്കർമാരെ നിയമിക്കും. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹായം ഇക്കാര്യത്തിന് ആവശ്യമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തതിനാൽ ഒരു വകുപ്പിലും ഒരു കാര്യവും നടക്കുന്നില്ല. ഭരണസ്തംഭനം മൂലം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതെല്ലാം മറച്ചുവെച്ച് കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടത്തുന്നത്. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സമഗ്രമായ പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത്. തെരുവുനായകളെ വന്ധ്യീകരിക്കുന്നതിന് വേണ്ടി പണം മാറ്റിവെച്ചതിന് പുറമെ തെരുവുനായ ഷെൽട്ടർ കടങ്ങോട് മേഖലയിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് 20 ലക്ഷം രൂപയ്ക്ക് തെരുവുനായ ഷെൽട്ടർ നിർമ്മിച്ച് പഞ്ചായത്തിലെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളെ പിടിച്ച് വന്ധ്യീകരണം നടത്തി ഷെൽട്ടർ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. വളരെ അപൂർവം പഞ്ചായത്തുകൾ മാത്രമാണ് കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മാതൃകാ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആ മാതൃകാ പദ്ധതി ഈ വർഷം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പദ്ധതി പ്രവർത്തനങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലൊരു പ്രശ്നം പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ഏകോപനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സഹകരിച്ച് ഈ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ട സഹായം ചെയ്യുന്നതിനൊരു സംസ്ഥാന സർക്കാർ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി പോലും വന്നിട്ടില്ല, മന്ത്രിസഭ രൂപീകരണം നടന്നിട്ടില്ല. ആ ഒരു ഭരണസ്തംഭനം കേരളത്തിൽ മുഴുവനുള്ള ഭരണസ്തംഭനം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഈ പദ്ധതി തുടങ്ങാത്തത്. ഞങ്ങൾ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരുന്നതിന് വേണ്ടി സർവേ ഡിപ്പാർട്ട്മെൻറ്റിനും തഹസിൽദാർക്കുമൊക്കെ സമീപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ ഇത്തരം ഫയലുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം തരുന്നതിനും അതിൻ്റെ മുകളിൽ തീരുമാനം തരുന്നതിനുമുള്ള ഒരു കുറവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആണ് ഈ പദ്ധതി തുടക്കം കുറിക്കാൻ കഴിയാത്തത്. UDF ഇതിനൊക്കെ മറച്ചു വെച്ച് മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഇവരിങ്ങനെ ഒരു രാഷ്ട്രീയ ആഭാസ സമരം നടത്തുന്നത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഇപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് സമഗ്രമായ ഈ തെരുവുനായകളെ പിടിച്ച് വന്ധ്യീകരണം നടത്തി ഷെൽട്ടർ അടക്കുന്നതിനും ഈ പ്രശ്നം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി സമഗ്രമായ മാതൃകാപരമായ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത്. പദ്ധതി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കേരളത്തിലൊരു സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആവാസകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രായമായ സമരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത്. You are watching VCV News.